കണ്ടില്ലേ നമ്മളെ മരുമോൻ മുഹമ്മദ് റിയാസ് ആരുടെ കൂടെ അറിയോ? സൽമാൻ ഖാന്റെ കൂടെ. ബോളിവുഡിലെ സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാൻ ഈയിടെ കോഴിക്കോട് വന്നിരുന്നു. ഒരു പരിപാടി എന്തൊരു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ട്രോഫി കൊടുക്കാൻ അങ്ങനെ എന്തോന്ന് വേണ്ടിയിട്ട് ഒരു റേസിംഗ് പരിപാടി. കോഴിക്കോട് എന്ത് പരിപാടി നടന്നാലും മരുമോൻ അതിലുണ്ടാവും കേട്ടോ. കോഴിക്കോട് എന്ത് പരിപാടി നടന്നാലും മരുമോൻ ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും മരുമോൻ വരും. മരുമോൻ വന്നിട്ട് ഇങ്ങനെ തലയൊക്കെ അങ്ങനെ തലയൊക്കെ ഉരുട്ടി കൈയൊക്കെ അങ്ങനെ വീശി ഇങ്ങനെ തുഴഞ്ഞ് നടക്കും മരുമോൻ. കാരണം അതാണ് കുറച്ച് കാലമായി കോഴിക്കോട്ടെ ഒരു പരിപാടിയാണ്. അപ്പോഴാണ് ഈ സൽമാൻ ഖാൻ ഇങ്ങനെ വന്നത്. സൽമാൻ ഖാൻ വന്നപ്പോൾ സൽമാൻ ഖാൻ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ മരുമോനും കൂടെ കൂടി. നിങ്ങൾ കണ്ടില്ലേ ഈ വീഡിയോ കണ്ടില്ലേ? സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതായത് ഒരു പൊട്ടന്റെ മാതിരി, ഒരു റോബോട്ടിന്റെ മാതിരി. നമ്മൾ ചില ഈ സൽമാൻ ഖാൻ വന്നിട്ട് ആ ഗാലറി, ചുറ്റുമുള്ള ഗാലറിയിലെ ആൾക്കാരോട് ഇങ്ങനെ കൂപ്പുകൈയോടെ ഇങ്ങനെ എന്താ പറയാ, എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് സൽമാൻ ഖാൻ. അപ്പൊ അതിന്റെ കൂടെ മരുവനും ഇങ്ങനെ ഇളിച്ചു കാട്ടിയിട്ട് ഇങ്ങനെ തിരിയാണ്. ഈ മനുഷ്യനൊക്കെ ഉണ്ടല്ലോ, ഈ ഇത്ര അല്പത്തരമുള്ള ആസനത്തിൽ ആലും മുളച്ചിട്ടുണ്ടല്ലോ. ആ ആലിന്റെ തണലിരിക്കുന്ന നമ്മുടെയൊക്കെ ഇവിടുത്തെ ബേപ്പൂരിന്റെ MLA ആണ്, മന്ത്രി. ഇവിടുത്തെ ഓരോ മനുഷ്യനും നാണം കൊണ്ടുണ്ടല്ലോ, നാണം കൊണ്ട്. ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ ചെയ്യോ? ഒരു ഗസ്റ്റ് വന്നാൽ ആ ഗസ്റ്റിനെ നമ്മൾ ആദരിക്കണ്ടേ, ബഹുമാനിക്കണ്ടേ? ഇത് ഗസ്റ്റിനെക്കാളും വലിയ ഗസ്റ്റാക്കാണ് മൂപ്പര്. സൽമാൻ ഖാന്റെ ഒന്നും അടുത്ത് നിൽക്കാനുള്ള യോഗ്യതയില്ലാത്ത ഈ ഊള എന്ത് ചെയ്യുന്ന ഇയാളെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ഇളിച്ചു കാട്ടുകയാണ്. ഇതിനേക്കാളും ഭേദമായിരുന്നു നമ്മുടെ റഫീഖ്. ഏത് റഫീഖ്? വയനാട്ടിലെ CPM ജില്ലാ സെക്രട്ടറി റഫീഖ് മമ്മൂട്ടിയോട് ഇതിനേക്കാളും മാരിയായിട്ട് പെരുമാറിയത്. മമ്മൂട്ടിയുടെ കൂടെ ഇങ്ങനെ നടന്നിട്ടുള്ളൂ. മമ്മൂട്ടിയുടെ കൂടെ നടക്കുമ്പോഴാണ് മമ്മൂട്ടി പറഞ്ഞത് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞത്. മാറിക്ക് എന്റെ കൂടെ ഇങ്ങനെ നടക്കണ്ട എന്ന് മമ്മൂട്ടി പറഞ്ഞല്ലോ. അതാണ് വലിയ വിവാദമായത്. ഞങ്ങളെ പാർട്ടി സെക്രട്ടറിനെ മമ്മൂട്ടി എന്താ അവഹേളിച്ചു എന്നാണ് പാർട്ടി സഖാക്കൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ എന്താ പറയാ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും മമ്മൂട്ടിക്കെതിരെ തെറികളായിരുന്നു അല്ലേ? ആ ഒരൊറ്റ പരിപാടി കൊണ്ട് മമ്മൂട്ടി ഇവർക്ക് എന്തായി, അനഭിമതനായി. അപ്പൊ അവസാനം കാരണഭൂതം വന്ന് മമ്മൂട്ടിനോട് മാപ്പ് പറഞ്ഞു. കാരണഭൂതത്തിന് മനസ്സിലായി. കാരണം മമ്മൂട്ടിയെ അങ്ങനെ അകറ്റി നിർത്താൻ പാടില്ല എന്ന് കാരണഭൂതത്തിന് നന്നായിട്ട് അറിയാം. കാരണഭൂതം പറഞ്ഞു, മമ്മൂട്ടിയോട് ക്ഷമ ചോദിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഈ നമ്മളെ വിവരമില്ലാത്ത ഞങ്ങളെ ഈ അണികൾ മുഴുവനും വന്ന ബുദ്ധികളാണ്. ഇവര് വിവരമില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തതിൽ ക്ഷമിക്കണമെന്ന് കാരണഭൂതം പറഞ്ഞോട് കൂടിയിട്ടാണ് മമ്മൂട്ടി ശാന്തനായത്. ഇതിനേക്കാളും അങ്ങെപ്പോഴാണ് ഈ മരുവന്റെ പരിപാടി. റഫീഖിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഫീഖ് അത്രമാത്രം ഇയാളെ കൂടെ ഇങ്ങനെ പറ്റി നിന്നിട്ടുള്ളൂ. ഇതല്ല, ഇത് ഇയാളിങ്ങനെ ചെയ്യുമ്പോൾ ഇളിച്ചു കാട്ടിയിട്ട് ഇങ്ങനെ ഇയാളെ കൂടെ ഇങ്ങനെ തിരിയ. അത്യാവശ്യം ഉളുപ്പുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യില്ല. ഇത് ഉളുപ്പും മാനില്ല. അത്യാവശ്യം ഉളുപ്പുള്ള ആളാണെങ്കിൽ പൊതുവേദിയിൽ വരില്ല, തലയിൽ മുണ്ടിട്ട് ഈ നാട്ടിൽ തന്നെ പോകും എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യ ആദ്യത്തെ ഭാര്യ, അപ്പുറത്തെ ഭാര്യയല്ല, കാരണഭൂതത്തിന്റെ മോളല്ല, ആദ്യത്തെ ഭാര്യയെ ഏറ്റവും വലിയ ഗാർഹിക പീഡനം നടത്തിയെന്ന് കോടതിയിൽ കേസുള്ള ആളാണ് കേട്ടോ. അതൊന്നും ഇപ്പൊ ആരും മിണ്ടുന്നില്ല. കോഴിക്കോട് പത്രക്കാർ പോലും ഇതൊന്നും മിണ്ടുന്നില്ലാന്ന്. എല്ലാരും പിടിച്ച് പോക്കറ്റിലാക്കിയിട്ടാണ്. അങ്ങനെ പോക്കറ്റിലാക്കാൻ നിന്നു കൊടുക്കാത്ത കുറെ പത്രക്കാരെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് മരുമോൻ മനസ്സിലാക്കിയത് നന്ന് കേട്ടോ. സൽമാൻ ഖാന്റെ കൂടെ ഇളിച്ചു കാട്ടുക. സൽമാൻ ഖാൻ ഇടത്തോട്ട് തിരിയുക, വലത്തോട്ട് തിരിയുക, എന്താ പറയാ, ചുറ്റിക്കറങ്ങുമ്പോ മൂപ്പരും ചുറ്റിക്കറങ്ങുക. ഇതുകൊണ്ടൊക്കെ തന്നെയാടോ ഇന്നത്തെ ഈ പരിപാടിയിൽ നിന്നെ ക്ഷണിക്കാത്തത് പറയാണല്ലോ. അതായത് ഇന്ന് പ്രധാനമന്ത്രി ഒരുപാട് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. 10,000-ലേറെ കോടിയുടെ വികസന പദ്ധതികളാണ് കേരളത്തിന്റെ വിവിധ ഇടങ്ങളിലായി ഉള്ള പദ്ധതികളാണ് എറണാകുളത്ത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഉദ്ഘാടന വേദിയിലേക്ക് മരുമോനെ ക്ഷണിച്ചിട്ടില്ല. മരുമോനെ എങ്ങനെ ക്ഷണിക്കുക? മരുമോൻ ക്ഷണിച്ചിട്ടാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ കൂടെ നടന്നെങ്കിൽ ഇളിച്ചു കാട്ടുകയാണെങ്കിൽ തിരിയൂലേ? പ്രധാനമന്ത്രിയുടെ കൂടെ തന്നെ മൂപ്പരിങ്ങനെ പറ്റി നിന്നിട്ട് ഇങ്ങനെ ഇളിച്ചു കാട്ടും എല്ലാവരും. ഇമാതിരി വിവരം ബോധവും ഇല്ലാത്ത ഈ മാതിരി ഊളയെ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ പറ്റുമോ?
ഇത് പ്രധാനമന്ത്രിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ക്ഷണിക്കാതിരുന്നത്. ഇപ്പൊ കരയാണ്, മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നത്. മരുവാനെ വിളിക്കാത്തതുകൊണ്ട് ഞാനും വരില്ല. നമ്മുടെ കല്യാണത്തിനൊക്കെ ചില കുടുംബക്കാരെ വിളിച്ചില്ലെങ്കിൽ കല്യാണത്തിനൊന്നും പോകില്ലോ. അപ്പൊ മൂപ്പര് പറയാണ് ഞാൻ വരില്ല. എന്റെ മരുവാനെ വിളിച്ചില്ല, എന്റെ മരുവാനും എന്റെ മോളിയും എന്റെ കൊണ്ടാട്ടിനെ ഒന്ന് വിളിക്കാൻ ഞാൻ വരില്ല എന്ന്. മുഖ്യമന്ത്രി പിണറായി വന്നില്ലെങ്കിൽ ഇവിടെ പരിപാടി ഒന്നും നടക്കില്ലല്ലോ. എടോ ആകെ 1 മാസം ഉള്ളടോ, 1 മാസം ഉള്ളടോ പിണറായി, മനസ്സിലാക്കണം. ഒറ്റ മാസമേ ഉള്ളൂ നിനക്ക് ഈ കസാര കേട്ടോ, നിനക്കും നിന്റെ മരുമോനും. എന്നിട്ട് ക്ഷണിച്ചില്ല, ഞങ്ങളെ പരിപാടിക്ക് ക്ഷണിച്ചില്ല, അതുകൊണ്ട് മന്ത്രിമാരൊന്നും പങ്കെടുക്കില്ല. അത്രേ നിങ്ങൾ പങ്കെടുത്തില്ലല്ലോ. എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ നാടിന്റെ വികസനം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ നാടിന്റെ വികസനം, കേരളത്തിന്റെ വികസനം, അതിന് കേരളത്തിൽ മന്ത്രിമാരുണ്ട്, കേരളത്തിൽ കേന്ദ്രമന്ത്രിമാരുണ്ട്. ജോർജ് കുര്യനുണ്ട്, സുരേഷ് ഗോപിയുണ്ട്, ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ഉണ്ട്. ഇവരൊക്കെ കേരളത്തിലെ കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ അറിയിക്കും. പ്രധാനമന്ത്രി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ വൻ പദ്ധതികളൊക്കെ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ. അതിന് നിങ്ങളുടെ തല വേണമെന്നില്ല. മാനം മര്യാദയായിട്ട് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്, MP രാജേഷിനെ ക്ഷണിച്ചിട്ടുണ്ട്, കൃഷ്ണൻകുട്ടിയെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വങ്കരെ ക്ഷണിച്ചിട്ടില്ല. ഈ വങ്കൻ എങ്ങനെ ക്ഷണിക്കാൻ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൽമാൻ ഖാൻ വന്നപ്പോൾ സൽമാൻ ഖാന്റെ മുന്നിൽ ഇളിച്ചു കാട്ടിയോൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നാൽ നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കാണ്ട് ഇളിച്ചു കാട്ടി തിരിയില്ലേ? നരേന്ദ്രമോദിയെ പ്രസംഗിക്കാൻ വിളിച്ചാൽ ഇയാളും കൂടെ ചെല്ലൂലേ? ഇമ്മാതിരി പൊട്ട നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടോ? കാത്തിരിക്കുകയാണ് ബേപ്പൂരിലെ ജനങ്ങൾ മുഴുവൻ. നമ്മുടെ മണ്ഡലത്തിലേക്ക് ഇനി ഇമ്മാതിരി പൊട്ടം കാണാനും വേണ്ട എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഈ ഒറ്റ വീഡിയോ പ്രദർശിച്ചാൽ മതി അൻവറിന് ഇവിടെ ഏറ്റവും മിന്നുന്ന ജയം നേടാം. സൽമാൻ ഖാന്റെ കൂടെ ഇങ്ങനെ ഇഴിച്ചുകൊണ്ടിരിക്കുന്ന പടം ഇമ്മാതിരി ഒരു ഊളെ വേണോ എന്ന് ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ പറയും വേണ്ട എന്ന് പറയും. ഇപ്പൊ എനിക്ക് റഫീഖിനോടൊക്കെ ഭയങ്കര സ്നേഹം തോന്നുന്നത്, റഫീഖ് അത്രയല്ലേ ചെയ്തുള്ളൂ. മമ്മൂട്ടിയോട് റഫീഖ് അത്രയല്ലേ ചെയ്തുള്ളൂ. അതിനെ 10 ഇരട്ടി 100 ഇരട്ടി ആഭാസത്തരാണ്, വങ്കത്തരാണ്, നെറികേടാണ് ഈ സൽമാൻ ഖാനോട് ചെയ്തത്. നമ്മൾ കാണുമ്പോൾ നമ്മുടെ തൊലി ഉരിഞ്ഞു പോകുന്നത്. ഇത് കാണുമ്പോ നമ്മുടെ തൊലി ഉരിഞ്ഞു പോകും. നമ്മളൊക്കെ തെരഞ്ഞെടുത്തൊരു ഒരു ജനപ്രതിനിധി അവസാനം മന്ത്രിയായി. ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി ചടങ്ങിലേക്ക് മരുവനെ ക്ഷണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അത്ര മതി. ഇനി മരുവ വരാത്തതുകൊണ്ട് ഉദ്ഘാടനം നടക്കാത്ത അവസ്ഥയൊന്നും ഉണ്ടാവില്ല. മരുവ കരഞ്ഞോണ്ടിരിക്കുകയാണ്, കൂട്ടക്കരച്ചിലാണ്. അയ്യോ എന്നെ വിളിച്ചില്ലല്ലോ. അവിടെ മുഖ്യമന്ത്രിയുടെ കരച്ചിൽ. ഞാനും പോണില്ല, മരുവനെ വിളിച്ചില്ല. അവിടെ രാജേഷ് വേറെ അടിമക്കമ്മികൾ, ഞങ്ങളും പോകുന്നില്ല, ഞങ്ങൾക്ക് വേറെ പരിപാടി ഉണ്ട്, ഇവർക്ക് വേറെ പരിപാടി ഉണ്ടോ? അത്ര കൃഷ്ണൻകുട്ടി വേറെ പരിപാടി ഉണ്ട്. പോകണ്ടോ, നിങ്ങളൊന്നും പോണ്ട. കാരണം ഇവിടുത്തെ ജനങ്ങൾക്കറിയാം നിങ്ങളൊന്നല്ല കേരളത്തിൽ വികസനം കൊണ്ടുവരുന്നത്, നിങ്ങളൊന്നുമല്ല എന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കക്കാൻ അറിയുള്ളൂ. നക്കാനും മുക്കാനും മാത്രമല്ലോ അറിയുള്ളൂ. അന്തംഗമ്മികളെ, ഇവിടെ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാരല്ലോ. എല്ലാ പദ്ധതികളും അത് മുഴുവൻ നിങ്ങൾ അടിച്ചു മാറ്റിയല്ലേ? അത് മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് നിങ്ങളുടെ പേരിൽ നിങ്ങൾ എന്തോ വലിയ കോപ്പ് നിങ്ങൾ കൂടെ ഭരിക്കാൻ ഖജനാവ് കാലിയായി കിടക്കുന്നത്. ഒരു പദ്ധതികളും കാൽഭാഗം പോലും ഒരു പദ്ധതികൾക്കും പണമില്ല. എന്നിട്ടാണ് പറയുന്നത് മൂന്നാം തവണ പെണ്ണുപിടിയന്മാര്, കള്ളന്മാര്, അയ്യപ്പന്റെ സ്വർണം കട്ടോര്. ആരാണ് വോട്ട് ചെയ്യുന്നത്? ആരാണ് വോട്ട് ചെയ്യുക? എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഇത്ര വൃത്തികെട്ടമാരെ കണ്ടില്ല. വയ്യനി. അടുത്ത ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. ഏതായാലും ഭംഗിയായി നടക്കട്ടെ. ഇന്നത്തെ ഈ പ്രധാനമന്ത്രിയുടെ ഈ പരിപാടി ഭംഗിയായി നടക്കട്ടെ. കാരണം ഈ പറയുന്ന അവലക്ഷണം പിടിച്ച ഒരു സാധനം സ്റ്റേജിൽ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ശുഭപര്യവസായി കാര്യങ്ങളൊക്കെ നടക്കും. കാരണം ഇമ്മാതിരി ടീമൊന്നും വരുന്നില്ല എന്നുള്ളത് തന്നെ വലിയ ആശ്വാസം കേട്ടോ. ശരി, ഓക്കെ.